ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ആദ്യം ഇന്നത്തെ റീഡിങ് സിറ്റുവേഷൻ ആക്ഷൻ ഔട്ട്കം ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗോ ത്രൂ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എന്താണ് നമുക്ക് എടുക്കാം. ആൻഡ് അതിന് ആക്ഷൻ, അതായത് ആ സിറ്റുവേഷനെ മറികടക്കാൻ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു അഡ്വൈസ് യൂണിവേഴ്സിൽ നിന്ന്. ആൻഡ് അത് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം, അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും ആക്ഷൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്, ആൻഡ് അതിൻ്റെ ആക്ഷൻ എടുക്കുമ്പോൾ ഓക്കെ നമ്മൾ ഈ പറയുന്ന ആക്ഷൻ പോലെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിട്ട് വരും എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, കിങ് ഓഫ് സോർഡ് സിറ്റുവേഷൻ ഉണ്ട്, ക്വീൻ ഓഫ് വാൻഡ്സ്, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കിയതാ. ഓക്കെ, സിറ്റുവേഷൻ ആക്ച്വലി എനിക്കൊരു ഫാമിലിയിൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഫാമിലി അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനോടും ആവാം, ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനോട് ആരോടെങ്കിലും ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത് എനിക്ക്. കാരണം ഇതിൽ ഒരാൾ മുമ്പിലേക്ക് നോക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. പരസ്പരം ഐ തിങ്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല ഇപ്പോൾ. ഓക്കെ, പരസ്പരം ആരായിട്ടായാലും ശരി. ഓക്കെ, ഇത് ഈവൻ നിങ്ങൾ ജോലി സ്ഥലത്തും കൂടെ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈക്ക് കൊളീഗ് ആവാം, ആരെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുള്ള നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും വ്യക്തികളോടും ആവാം, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തായാലും ലൈക്ക് ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഫ്രണ്ട്സോ അങ്ങനെ ആരും ആവാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ആവാം, മാരീഡ് നിങ്ങളുടെ സിറ്റുവേഷൻസ് ആവാം, അതായത് ഹസ്ബൻഡ് വൈഫ് എന്ന രീതിക്ക് ആവാം, അല്ലെങ്കിൽ പാരൻസ് ആയിട്ട് ലൈക്ക് സിസ്റ്ററോ ഫ്രണ്ടോ അങ്ങനെ ആരോടെങ്കിലും ആവാം. സോ ആരായിട്ട് വേണമെങ്കിലും വരാം. ഐ തിങ്ക് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, പക്ഷെ അത് ഫാമിലി മെമ്പർ എന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ മേ ബി, അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇത് സന്തോഷം എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷനിൽ, അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാര്യത്തിലാണ് ഇവിടെ പ്രശ്നം വന്നിട്ടുള്ളത്. ഇവിടെ ഒരാൾ വളരെ ഹാർഷായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇതിൽ ഏതും ആവാട്ടോ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എടുക്കാം. ഇതിൽ ഒരാൾ നിങ്ങളെ മീൻസ് മറ്റേ ആളെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കും. നിങ്ങളായിരിക്കാം അങ്ങോട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ അവരായിരിക്കാം നിങ്ങളോട് പറഞ്ഞത്, രണ്ടും ഉണ്ടാവാം. ഓക്കെ, സോ ഇവിടെ ഒരാളൊരു ഓക്കെ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കാണാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ എടുത്തേക്കാം. ഇത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ ഫ്രണ്ട്, റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഈഗോ, യെസ്, ഒരു ഈഗോ ബാറ്റിലാണ് എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളോട്, അതിപ്പോൾ ആരും ആവാൻ ഞാൻ പറഞ്ഞു, സിറ്റുവേഷൻസ് നിങ്ങൾ ജനറൽ ആയിട്ട് എടുത്തോളൂ. ഇവിടെ വന്നിരിക്കുന്ന കാര്യം ഇതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ഇത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നുണ്ട് ഈ പോയിന്റ്. ജോലിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, പ്രശ്നങ്ങളില്ല എന്നല്ല. ഓക്കെ, അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും ഡോമിനേറ്റീവ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത് ഈ ഒരു കാര്യമാണ്. എനിക്ക് ആരോടെങ്കിലും ഉണ്ടായ ഒരു വഴക്ക്, നിങ്ങളുടെ ഫ്രണ്ട് ആവാം, സോൾമേറ്റ് ആവാം, അഗൈൻ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ഹസ്ബൻഡ് വൈഫ് ആവാം, ഫ്രണ്ട്സ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, ഓഫീസിൽ ആരെങ്കിലും കൊളീഗ് ആയിരിക്കാം, ബോസ് ആയിരിക്കാം. ഓക്കെ, ബോസ് എന്ന രീതിക്ക് നമുക്ക് പറയാം, ഫ്രണ്ട് ആരെങ്കിലും ആവാം. ഓക്കെ, ആരോടും നിങ്ങൾ വളരെയധികം വഴക്കിട്ടിട്ടുണ്ട്, വഴക്ക് വന്നു. ഓക്കെ, വഴക്കിട്ടു എന്ന് പറയുന്നില്ലേ, വഴക്ക് വന്നു, നിങ്ങൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് കാണാം, ക്ലാരിറ്റി ഇല്ലാതെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടില്ല. ഓക്കെ, സോ ഐ തിങ്ക് അതിൻ്റെ ഒരു നിങ്ങൾ ക്ലാരിറ്റി ചോദിച്ചു കാണാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും വെട്ടി തുറന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കാണാം, ലൈക്ക് വേദനിപ്പിക്കുന്ന തരത്തിൽ. സോ ഈഗോ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഡിഫെൻസീവ്നെസ് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ബന്ധങ്ങളിലാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ബന്ധം എന്ന് പറയുമ്പോൾ അഗൈൻ ഞാൻ ഇതാക്കി പറയും, പ്ലീസ് നിങ്ങൾ ആരും കമൻറ്റിൽ ഇടരുത് തെറ്റ് അവരെ പറ്റുമോ ഇവരെ പറ്റുമോ. എല്ലാവർക്കും ആരാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് വളരെയധികം പ്രോബ്ലം നടക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചാണിത്. ഓക്കെ, അത് ആരോ ആയിക്കോട്ടെ. ഓക്കെ, സോ ആ രീതിയിൽ ഇവിടെ ഓക്കെ നല്ലൊരു ഡീപ്പ് കണക്ഷൻ ആയിരുന്നു, ബട്ട് ഐ തിങ്ക് അതിലൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, ഈഗോ ക്ലാഷസ് ആണ് മെയിനായിട്ട്. ഒരു വ്യക്തി വളരെയധികം ഈഗോയിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അവരുടെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ലാത്ത രീതിയിൽ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ ആക്ച്വലി സാഡ്നെസ് കാണുന്നുണ്ട്, ഇമോഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഇനിയിപ്പോൾ ഇതിൽ യൂണിവേഴ്സ് നിങ്ങളോട് ഈ സിറ്റുവേഷനിൽ എന്താണ് അഡ്വൈസ് തരുന്നത് നോക്കാം. 9, 9, 10. വാവ്. ഓക്കെ, അപ്പം നിങ്ങൾ തൽക്കാലം ഓക്കെ സിറ്റുവേഷൻ യെസ് ഇപ്പോൾ കുറച്ച് മോശമാണ്, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഒരു ബൗണ്ടറി വെച്ച് നിൽക്കാനാണ്. എനിക്ക് ബൗണ്ടറി വെച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡിസ്റ്റൻസ് നിങ്ങൾ വെക്കുക.
ഓക്കെ. ഇപ്പോൾ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് ആരാണോ നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാണെങ്കിലും ശരി, നിങ്ങളെ ലൈക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടത്, ചിലപ്പോൾ റിയാക്ട് ചെയ്തായിരിക്കാം, പറഞ്ഞതായിരിക്കാം, എന്ത് തന്നെയായാലും ഇവിടെ നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം പറയുന്നത് ഓവർ സ്ട്രെസ് ചെയ്യേണ്ട, ഓവർ തിങ്കിങ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, വിത്ത് ടൈം. ഓക്കെ, വിത്ത് ടൈം ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതെന്താന്നുള്ളത് ഞാൻ നോക്കാം. ഇത് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം എന്നാണ് പറയുക. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ എപ്പോഴും പറയുന്നത് നല്ലതിലേക്കും പോവാം മോശത്തിലേക്കും പോവാം എന്ന രീതിക്കാണ്. സോ നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്ന്. ഇവിടെ പറയുന്നത് 9 and 9 ഉണ്ട്, ഇവിടെ 10 ആണ്. സോ ഒരു തരത്തിലൊരു കംപ്ലീഷൻ എന്ന ലെവലിൽ നമുക്ക് എടുക്കാം. നിങ്ങളോട് പറയുന്ന ഈ ഓവർ തിങ്കിങ് നിർത്താം. നിങ്ങളുടെ മനസ്സിലിട്ട് ഒരുപാട് ഈ സിറ്റുവേഷൻ ആലോചിച്ച് കുഴപ്പിക്കുന്നത്. ആക്ച്വലി ഇവിടെയും 10 ആണ്, ഇതും 10 ആണ്. ഓക്കെ, സോ ഹാപ്പിനെസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ആക്ച്വലി ഫ്യൂച്ചറിലേക്ക് മേ ബി ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആയിരിക്കാം. ഇനി നോക്കാം. നിങ്ങളോട് പറയുന്നത് ഇപ്പൊ തൽക്കാലം കൂടുതൽ ഈ സിറ്റുവേഷൻ എന്താ നിങ്ങൾ ആലോചിക്കും തോറും നിങ്ങൾക്ക് നെഗറ്റീവിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ മൈൻഡ്, അല്ലേ? ഇത് ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല, വിട്ടുപോയോ, എൻഡായോ, ഈ പേഴ്സൺ എന്നെ മനസ്സിലാക്കുമോ, അവർ മനസ്സിലാക്കുന്നില്ല, അവർ ആ തെറ്റി ഇതു ഈ തെറ്റിനോ ആലോചിച്ച് ഐ തിങ്ക് നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് തിങ്, നിങ്ങളിപ്പോൾ തൽക്കാലം മാറി നിൽക്കുക. ഓക്കെ, ആ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ശരി, നിങ്ങൾ മാറി, നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഓക്കെ, നിങ്ങൾ കോൺഫ്ലിക്ട്സ് ഒന്നും മാറി നിൽക്കാം. എനിക്ക് ആരോടും ഒന്നിനും പറയാൻ പോകണ്ട, ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഐ തിങ്ക് നിങ്ങളോട് പറയുന്നത് തൽക്കാലം നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. ഓക്കെ, നിങ്ങളൊരു ബൗണ്ടറി വെക്കൂ, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ, ഓവർ തിങ്കിങ് ചെയ്യേണ്ട. 9 ആണ്. 9 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജസ് എത്തി എന്നാണ് പറയാൻ. 10 ആക്ച്വലി ലാസ്റ്റ് ആണ്. ഓക്കെ, എൻഡിങ് എന്ന രീതിക്കാണ് നമ്മൾ പറയുക. പക്ഷെ ഇവിടെ എൻഡിങ് ഏത് വഴിക്ക് പോകും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് വരും. എനിക്ക് ഇപ്പോൾ തൽക്കാലം നിങ്ങളോട് പറയുന്നു, ഒന്നും കൂടുതൽ ചിന്തിക്കേണ്ട, മാറി നിൽക്കൂ. ഓക്കെ, സമാധാനമായിട്ട് നിങ്ങൾ ഇരിക്കൂ, സ്ട്രെസ് ചെയ്യേണ്ട. ഓക്കെ, രാത്രിയൊക്കെ ഉറക്കമില്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ റീഡിങ്ങിലും ഇത് എടുത്ത് വന്നിരിക്കുന്നത്. സോ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ 10 കാണുന്നുണ്ട്. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ലക്ക് വരുന്നു എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ഇത് അങ്ങോട്ടും തിരിയാം ഇങ്ങോട്ടും തിരിയാം എന്നും ഉണ്ട്. സോ ലെറ്റ്സ് സീ എന്തായിരിക്കും. ഐ മീൻ എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എന്ന് പറയാം. ഓക്കെ, എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യുക എന്ന ലെവലിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സറണ്ടറിങ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? സോറി, എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനുണ്ടോ ആക്ഷൻ എന്ന് നോക്കാം. ഒരു ന്യൂ ബിഗിനിങ് വരും എന്തായാലും. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് എനിക്ക് കാണുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ലെറ്റ്സ് സീ. യാത്രയും ഉണ്ടായിരുന്നു ഇവിടെ, ചാരിയറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും നിങ്ങൾ ഈ സിറ്റുവേഷനിൽ? ഇപ്പൊ തൽക്കാലം നിങ്ങളോട് മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. ലെറ്റ്സ് സീ ഫ്യൂച്ചർ എന്താവും. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഓക്കെ, ഗുഡ്. യെസ് സൺ, വെരി ഗുഡ്, ഐ എം ഹാപ്പി. ഓക്കെ, ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ പോസിറ്റീവാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും, ഇതിൻ്റെ ഹാപ്പിനെസ് വരും നിങ്ങൾക്ക്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരും എന്ന് പറയാം. ഓൾറെഡി ഇവിടെ 10 ഓഫ് കപ്സും ഇതും കണ്ടപ്പോൾ തന്നെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും റീബിൽഡ് ആവും, നിങ്ങൾ തമ്മിൽ വീണ്ടും അടുപ്പം വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് തുടക്കമാണ്. ചില കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യും എന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, ഐ മീൻ നിങ്ങളെ വേദനിപ്പിച്ച ആൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് വരും. ഓക്കെ, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. ആൻഡ് ഇവിടെ 6 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുവരെ ഈക്വൽ ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങൾ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് വരും എന്ന് പറയാം. ഓക്കെ, സിറ്റുവേഷനിൽ അണ്ടർസ്റ്റാൻഡിങ് വരും, നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവും സിറ്റുവേഷൻ എന്ന രീതിക്കാണ്. ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല ഞാൻ പറയുന്നത്. ഇത് ആർക്കും എടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ആരോടെങ്കിലും, അമ്മയോടോ അച്ഛനോടോ സിസ്റ്ററോടോ ബ്രദറിനോടോ ഫ്രണ്ടിനോടോ ആരോടെങ്കിലും നിങ്ങൾ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിലോ കൊളീഗ്സോ ആരോ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരും. മീൻസ് നിങ്ങൾ ക്ലോസ് ആയിരുന്ന ഒരു വ്യക്തി, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് കാണുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീബിൽഡ് ആയിട്ട് വരുന്നതാണ്. സൺ കാർഡ് ഉണ്ട് ഇവിടെ. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവൽ മാത്രമല്ല മീൻസ് രണ്ടുപേർക്കും ഐ തിങ്ക് ഈക്വൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വീണ്ടും നിങ്ങൾക്ക് സന്തോഷം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ആക്ച്വലി കണ്ടില്ലേ, ഒരു ഇന്നസെൻ്റ് ആയിട്ട് നിങ്ങൾ വളരെ ആക്ച്വലി ഇതിലും ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. സോ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് തന്നെയാണ്. ഓക്കെ, കുറച്ച് ലേശം ഇപ്പം തൽക്കാലം അവർക്ക് നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യേണ്ട. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യേണ്ട, അവർ ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, ഇത് ഇങ്ങോട്ട് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ അവർ വരട്ടെ, നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ പോയാൽ ചിലപ്പോൾ അവർ കൂടുതൽ മൈൻഡ് ചെയ്തൊന്നും വരില്ല. സോ നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ശരികളുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓവർ തിങ്കിങ് പോകണ്ട. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് സ്ട്രെസ് അടിക്കുന്നുണ്ട്. പേഴ്സൺ ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഈ 4 ഓഫ് കപ്സ് എന്താണെന്ന് കൂടി. വിക്ടറി. യെസ്. ഓക്കെ, ഇത് കണ്ടോ,
പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, ആ കപ്പാണ് ദേ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരും. ഓക്കെ, നിങ്ങൾ ആരോടാണോ നിങ്ങൾ വഴക്കിട്ടത് അവർ നിങ്ങളെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർ വരും. തിരിച്ച് നിങ്ങൾ തമ്മിൽ റീബിൽഡ് ആവും. സക്സസ് ആണ് കാണുന്നത്. ഓക്കെ, വിക്ടറി എന്ന രീതിക്ക് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സിറ്റുവേഷൻ ബെറ്റർ ആവുക എന്ന രീതിക്ക് പറയാം. സോ ഐ തിങ്ക് ഇത് വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സ് അതുകൊണ്ടായിരിക്കും മെസ്സേജ് നിങ്ങൾക്ക് എത്തിച്ചത്. ഓക്കെ, ടെൻഷൻ വേണ്ട. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, വളരെ നല്ല ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ വീണ്ടും കണക്ഷൻ സ്ട്രോങ് ആവും. അതാരായാലും ശരി. അഗൈൻ ഓക്കെ, പ്ലീസ് കമന്റിൽ പിന്നെ പറയരുത് ഞാൻ ജനറൽ എടുത്തില്ല എന്ന് പറയരുത്. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്ന്. എനിക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല. ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങളുടെ എനർജിയാണ് പിക്ക് ചെയ്യുന്നത് ഇവിടെ കാർഡ്സിൽ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് സിറ്റുവേഷൻ ഇപ്പോൾ കുറച്ച് മോശമായിട്ടുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളോട് പറയുന്നത് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ മിണ്ടാതിരിക്കൂ, സൈലൻ്റ് ആയിട്ടിരിക്കൂ. ഓക്കെ, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യൂ, വിട്ടുകൊടുക്കൂ, സിറ്റുവേഷനെ വിട്ടുകൊടുക്കൂ. നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, ആ പേഴ്സൺ മനസ്സിലാക്കി വരട്ടെ. അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് ക്ലാരിറ്റി കിട്ടും അവരുടെ ലൈഫ് എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അവരുടെ ഭാഗത്ത് തെറ്റ് അവർ റിയലൈസ് ചെയ്യും. ഓക്കെ, മേ ബി യാ. ഓക്കെ, എനിവേ കൂടുതൽ എനിക്ക് ആവശ്യമില്ല. അഡ്വെഞ്ചർ, miracles, embrace change, determination, confidence, rebirth, intuition, understanding is the key to deep connections. Awesome. ഞാൻ പറഞ്ഞില്ലേ, സൊല്യൂഷൻ കിട്ടും നിങ്ങൾക്ക്, പേടിക്കണ്ട. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. ഇപ്പം പേഴ്സൺ ആ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ബ്രേക്കിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ തമ്മിൽ കോൺടാക്ട് പോയി, സംസാരമില്ല. ഓക്കെ, അവർ മാറി നിൽക്കുന്നു. കൊളീഗ്സിൻ്റെ അടുത്തായാലും നിങ്ങൾക്ക് ഒരു ശരിയല്ല സിറ്റുവേഷൻ. ഈവൻ ഫാമിലിയിലായാലും അധികം ഒരു അടുപ്പം ആരും ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായിക്കോളും, എല്ലാം ശരിയാവും. ഓക്കെ, അഡ്വെഞ്ചർ ഇസ് എ പാത്ത് ടു ന്യൂ വേൾഡ്സ്. നമ്മുടെ ഫുൾ കാർഡ് ഞാൻ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ അഡ്വെഞ്ചർ പോലെ സ്റ്റാർട്ട് ആവും. എന്ന് വെച്ചാൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് വരും എന്നെടുത്തോളൂ. പക്ഷേ ഇതുണ്ട് ഒരേ ഇമേജ് ഇവിടെ ഫുൾ കാർഡായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ്. മിറക്കിൾസ് ആർ എവറിവെയർ, കീപ് ദ ഫെയ്ത്ത്. തീർച്ചയായിട്ടും മിറക്കിൾ നടക്കും ഇവിടെ. ഓക്കെ, ടെൻഷൻ വേണ്ട. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കാത്തിരുന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ പറയാം. നമ്മുടെ ബട്ടർഫ്ലൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ്റെ ചേഞ്ച് എന്ന രീതിക്ക് എടുക്കൂ. എംബ്രേസ് ചേഞ്ച് ആൻഡ് വെൽക്കം ന്യൂ പോസിബിലിറ്റീസ്. നിങ്ങളോട് പറയുന്നത് ഒരു സിറ്റുവേഷൻ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എപ്പോഴും ഉള്ള പ്രശ്നങ്ങളാണ്. മേ ബി അവിടെ നിങ്ങൾ അതിനെ കുറേ ആയിട്ട് ഇഗ്നോർ ചെയ്ത് പോയി കാണാം. ഓക്കെ, വിട്ടുകൊടുത്ത് പോയി കാണാം. പക്ഷെ ആ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയാൽ അതൊരു മോശം അവസ്ഥയിലേക്ക് പോകും. അപ്പം അത് അവിടെ ഒരു മാറ്റം വരാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, സോ ഈവൻ ജോലി സ്ഥലത്തായാലും എവിടെയായാലും നിങ്ങൾക്ക് കിട്ടേണ്ട റെസ്പെക്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതവിടെ യൂണിവേഴ്സ് അവിടെ ഇടപെടും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിൽ നിങ്ങൾ വിചാരിക്കും ആ പേഴ്സൺ എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോയി അല്ലെങ്കിൽ ഇതായിപ്പോയി എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുക യൂണിവേഴ്സ് എന്തിനാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ ഇനിയും കണ്ടിന്യൂ ആയാൽ നിങ്ങൾ വേദനിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറയാതിരിക്കുന്നുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. ബട്ട് ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ട എഫേർട്ട് കൂടി വരണം, അല്ലെ? അവർ അണ്ടർസ്റ്റാൻഡിങ് വരണം അവിടെ. രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായാലും തന്നെ ഏത് കാര്യത്തിലായാലും ഓക്കെ, നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് വരണം. ഇപ്പം നിങ്ങൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ ഇടുന്ന ജോലിയുടെ വാല്യൂ അവിടെ തിരിച്ചറിയണം അവർ, അല്ലേ? അപ്പോൾ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ അവിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചില സിറ്റുവേഷൻസ് സംഭവിക്കും. അതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം. ഡിറ്റർമിനേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ് ചാലഞ്ചസ് വിത്ത് ഡിറ്റർമിനേഷൻ, യു ക്യാൻ അച്ചീവ് എനിത്തിങ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല ഇവിടെ. ഓക്കെ, കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഡിറ്റർമിനേഷനും ഉണ്ട്, കോൺഫിഡൻസും ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾ കോൺഫിഡൻസ് വെക്കുക. നിങ്ങളെ എഫേർട്ട് മാക്സിമം ഇട്ടിട്ടുണ്ട്. ഏത് സിറ്റുവേഷനായിരുന്നു നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ദൈവം തന്നോളും നിങ്ങൾക്ക്. ഓക്കെ, റീബർത്ത്, എവറി എൻഡ് ഈസ് എ ന്യൂ ബിഗിനിങ്. നിങ്ങളത് സിറ്റുവേഷൻ എൻഡായി പോയി എന്നൊന്നും വിചാരിക്കേണ്ട. ഒരിക്കലും എൻഡായിട്ടില്ല. അത് വീണ്ടും വരും, തീർച്ചയായിട്ടും വരും. പക്ഷെ അത് ബെറ്റർ ആയിട്ട് വരാനുണ്ട്. ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങും തമ്മിലും കണക്ഷൻ ഉണ്ട് ഇവിടെ. ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ഇത് ഒരുപാട് വളരെ സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കാം, കൊളീഗ് ആയിരിക്കാം, ഫാമിലി മെമ്പർ ആയിരിക്കാം. ഐ തിങ്ക് അത് പക്ഷേ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റീഡിങ്സിൽ എനിക്കത് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് വരുന്നത്. സോ എടുക്കാം. ഓക്കെ, ഇൻറ്റ്യൂഷൻ കേൾക്കാൻ പറയുന്നുണ്ട്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, ഇറ്റ് നെവർ ലൈസ്. നിങ്ങളുടെ മനസ്സിൽ എല്ലാം അറിയാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിക്കും തിരിച്ചറിയും. ആ സ്പിരിച്വൽ ദൈവം യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പല സയൻസ് കിട്ടുന്നുണ്ടാവാം നിങ്ങൾക്ക്. ഓക്കെ, മേ ബി ബട്ടർഫ്ലൈ ഒക്കെ കാണുന്നുണ്ടാവാം. ബട്ടർഫ്ലൈ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഐ തിങ്ക് വേറെ എന്തെങ്കിലും സൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാം. ബട്ടർഫ്ലൈ വീണ്ടും സി
3 കാർഡിൽ ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട്. വാവ്, മേ ബി നിങ്ങൾ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവും. സോ അതെന്താ യൂണിവേഴ്സ് സൈൻ തരികയാണ് നിങ്ങൾക്ക്, ദറ്റ് എല്ലാം ബെറ്റർ ആവും, നിങ്ങൾ ഹോപ്പ് വെക്കൂ, ഫെയ്ത്ത് വെക്കൂ എന്നുള്ളത് പറയാണ്. ഓക്കെ, സിറ്റുവേഷൻസ് അവിടെ മാറാനുണ്ട്, ചില മാറ്റങ്ങൾ വരാനുണ്ട് അവിടെ, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, സോ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ബെറ്റർ ആവും, ശരിയാവും. നിങ്ങൾ പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ന്യായമായത് ഇത്രയും കാലം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണം? ബാക്കി ദൈവം നോക്കട്ടെ അല്ലേ? ഓക്കെ, സോ എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യാം. റീബർത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, സോ ലെറ്റ്സ് സീ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.